ഗൈസ്, നമ്മുടെ സർക്കിൾ മെഷേഴ്സ് വൃത്തങ്ങളുടെ അളവുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് A+ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ സാർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ AB is the diameter of semicircle. 3 semicircle with diameters AC, CD, DB are drawn. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇത് ഞാൻ എന്തായാലും വായിച്ചുതരാം. ചിത്രത്തിൽ AB വലിയ അർദ്ധവൃത്തത്തിന്റെ വ്യാസമാണ്. AC, CD, DB എന്നിവ വ്യാസങ്ങളായ അർദ്ധവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. AC-യുടെ ലെങ്ത് നിങ്ങളോട് പറഞ്ഞത് 4 സെന്റിമീറ്റർ ആണ്. ദിസ് ഈസ് 4 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഹിന്റ് തന്നത് CD എന്ന് പറഞ്ഞാൽ AC-യുടെ ഹാഫാ. അങ്ങനെയാണ് CD എന്തായിരിക്കും? CD എന്ന് പറഞ്ഞാൽ AC-യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 4ന്റെ ഹാഫ്, അപ്പൊ 2. അപ്പൊ നിങ്ങൾക്ക് ഈ CD-യുടെ ലെങ്ത്, CD എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്റർ 2 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തത് DB എന്ന് പറഞ്ഞാൽ CD-യുടെ ഹാഫ് ആണ്. അപ്പൊ CD എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് 2ന്റെ ഹാഫ് അത് 1. അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ. അപ്പൊ ഇത്രയാണ് ഹിന്റ് നിങ്ങൾക്ക് തന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. AC വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ ചാപനീളം എത്രയാണ്? അതായത് വാട്ട് ഈസ് ദ ആർക്ക് ലെങ്ത് ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ AC? നോക്ക്, ഇതാണ് AC വ്യാസമായിട്ടുള്ള സർക്കിളിന്റെ ആർക്കിന്റെ ലെങ്ത്. ഇതല്ലേ ആർക്ക് ലെങ്ത്, ചാപനീളം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യണം. നമ്മൾ സർക്കിളിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യണമെങ്കിൽ 2πr ആണ് ഇക്വേഷൻ. ഇനി അത് നമുക്ക് ആർക്കായിട്ടാണ് തരുന്നതെങ്കിൽ ആ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അത് ബൈ 360 × 2πr. അപ്പൊ അതാ നോക്കിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. A ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാ, ആർക്ക് ലെങ്ത്. ഈ ആർക്കിന്റെ ലെങ്ത് AC എന്ന് പറയുന്ന ഇത് ഉണ്ടാക്കുന്ന ആർക്കിന്റെ ലെങ്ത് ഇതാ, ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപനീളം. ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപനീളം കേട്ടോ. ആ ചാപത്തിന്റെ നീളം അതെങ്ങനെയാ നമ്മൾ ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞത്? ടോട്ടൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് 2πr. അതിൽ സംശയമൊന്നുമില്ലല്ലോ. 2πr. ഇനി നോക്കിക്കോ, ഇത് സെൻട്രൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ ഇല്ലേ, ഇതാ ഈ ഒരു ആംഗിൾ ഇത് എത്രയായിരിക്കും? സെമി സർക്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? 360യുടെ പകുതി അല്ലേ? അപ്പൊ 180 അല്ലേ വരിക? അപ്പൊ നിങ്ങൾക്ക് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ, 180/360 × 2πr. എന്നിതാ 2πr ഇതിന്റെ റേഡിയസ് വേണോ? വേണ്ട. നമുക്ക് ഈ 2r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡയമീറ്റർ, ശരിയല്ലേ? 2r എന്ന് പറഞ്ഞാൽ അത് ഡയമീറ്റർ അല്ലേ? അപ്പൊ നിങ്ങൾ 2πr എന്ന് എഴുതുന്നതിന് പകരം ഈ 2r കൂട്ടിയിട്ട് നിങ്ങൾ πd എന്ന് എഴുതിയാലും ശരിയല്ലേ? ഇങ്ങനെ എഴുതിയാലും പോരെ, തെറ്റൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് എന്നറിയോ? വളരെ ഈസി ആയിട്ട് വിടാം. 2πrന് പകരം πd എന്ന് എഴുതുന്നു. 180/360 എന്ന് പറഞ്ഞാൽ 1/2 ആൻഡ് ഇൻറ്റു π ഇൻറ്റു d. എടാ d നിങ്ങൾക്ക് അറിയാം. ഈ AC എന്ന് പറയുന്ന ഈ ആർക്ക്, ഈ AC എന്ന് പറയുന്ന ഡയമീറ്റർ എത്രയാ? 4 അല്ലേ? അപ്പൊ ഡയമീറ്റർ അവിടെ 4 ആണ്. അപ്പൊ 1/2 ഇൻറ്റു π ഇൻറ്റു 4. അപ്പൊ ഇതാ 4 ഉം 2 ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. അപ്പൊ ആൻസർ എന്താ? 2π സെന്റിമീറ്റർ. ഇതാണ് എന്ത് നിങ്ങളുടെ ഈ ഒരു ആർക്ക് ലെങ്ത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത്. എത്രയാണ്? 4π. ഈസി ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. 2π ആണ് ഈ ഒരു ആർക്ക് ലെങ്ത്. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AB വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ ചാപനീളം എത്രയാണ്? സാർ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് AB. അപ്പൊ AB വ്യാസമായിട്ടുള്ള, AB ഡയമീറ്റർ ആയിട്ടുള്ളതാ. ഇതാണ് AB എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമീറ്റർ. ഇത് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആയിട്ടുള്ള ഈ ഒരു അർദ്ധവൃത്തത്തിന്റെ ചാപനീളം എത്രയാണ്? അതായത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഇപ്പൊ ഇതാ ഈ ഒരു ലെങ്ത് ആണ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഈ ഒരു ലെങ്ത് കേട്ടോ. ഞാൻ ഇപ്പൊ ഷെയ്ഡ് ചെയ്തതാ, വരച്ചിട്ടുള്ള ഈ ഒരു ഭാഗം മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. ആർക്ക് ലെങ്ത് അല്ലേ വേണ്ടത്? അപ്പൊ അടിയിലേക്കുള്ള ഈ ഭാഗം വേണ്ടല്ലോ? വേണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ മൊത്തം ഡയമീറ്റർ ഇപ്പൊ നമുക്ക് കാണണം. ഇത് 4 ആണ്, ഇത് 2 ആണ്, ഇത് 1 ആണ്. അപ്പൊ നിങ്ങൾ നോക്കടാ, AB-യുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ AB ഇവിടെ നിങ്ങൾക്ക് എത്ര കിട്ടിയ? 4 2 + 1 ദാറ്റ് ഈസ് 7 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത് വളരെ ഈസി അല്ലേ ഫൈൻഡ് ചെയ്യാൻ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, B ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ എഴുതുന്നത്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് ലെങ്ത് ചാപനീളം. അപ്പൊ നോക്കിക്കുക, ഇതും സെമി സർക്കിളാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ 180/360 × 2πr എന്ന് വേണ്ട, നിങ്ങൾ എന്ത് ഇട്ട് കൊടുത്താൽ മതി? πd എന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നോക്ക്, നിങ്ങളുടെ d എന്ന് പറയുന്നത് അവിടെ ഡയമീറ്റർ എന്താ? AB എത്രയാടാ? AB-യുടെ ലെങ്ത് എത്രയാ? 7 സെന്റിമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ 7 എന്ന് കൊടുത്തോ. ഇത് 1/2 വരും, π × 7 വരും. 7/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 3.5. അപ്പൊ 3.5 π സെന്റിമീറ്റർ. ഇതായിരിക്കും എന്ത്? ആ ആർക്കിന്റെ ലെങ്ത്. സിമ്പിൾ അല്ലേ? ഇനി അടുത്തത്, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ചുറ്റളവ് എത്രയാണ്? അതാണ് പ്രശ്നം. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ചുറ്റളവ് എത്രയാണ്? അപ്പൊ ശ്രദ്ധിച്ചേ, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സംഭവം ഈസിയാണ്, പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിപൊളിയായിട്ട് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഷെയ്ഡ് ചെയ്ത ഭാഗം, ഇതാണ് ഷെയ്ഡ് ചെയ്ത ഭാഗം. അതിന്റെ ചുറ്റളവാണ് ചോദ്യം. കൃത്യമായിട്ട് നോക്കി വെച്ചോ.
ചുറ്റളവ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ആദ്യം ഇത് വേണം. ചുറ്റളവാണ്, ആർക്കിന്റെ ലെങ്ത് ഒന്നുമല്ല. ഇത് ഫൈൻഡ് ചെയ്യണം. ഇത് നിങ്ങൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചതല്ലേ. 7/2 3.5 എന്ന് പറഞ്ഞ് ഫൈൻഡ് ചെയ്ത് വെച്ചതല്ലേ. തീർന്നിട്ടില്ല. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ചുറ്റുമുള്ള അളവുകൾ ഇത് അതിന്റെ ചുറ്റുമുള്ള ഒരു ഭാഗം, അപ്പൊ ഈ അളവ് വേണം. ഇത് അതിന്റെ ചുറ്റുമുള്ള ഭാഗം, അപ്പൊ ഈ അളവ് വേണം. ഇത് അതിന്റെ ചുറ്റുമുള്ള ഭാഗമാണ്, അപ്പൊ ഈ അളവ് വേണം. അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വലിയ സെമി സർക്കിൾ അർദ്ധവൃത്തത്തിന്റെ ഈ ആർക്കിന്റെ ലെങ്ത് വേണം, ഈ ചെറുതിന്റെ ആർക്ക് ലെങ്ത് വേണം, ഇതിന്റെ ആർക്ക് ലെങ്ത് വേണം, ഇതിന്റെ ആർക്ക് ലെങ്ത് വേണം. അപ്പൊ എല്ലാ സെമി സർക്കിളിന്റെയും ആർക്ക് ലെങ്ത്തുകൾ കൂട്ടിയാൽ ചുറ്റളവ് കിട്ടി. അങ്ങനെയാണ് നോക്കിക്കോ നിങ്ങൾ. നിങ്ങളുടെ ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഞാനൊരു പേജ് ഇൻസേർട്ട് ചെയ്യട്ടെ. റെഡി. നോക്കിക്കേ, നിങ്ങളുടെ ആ ടോട്ടൽ പെരിമീറ്റർ, ആകെ ചുറ്റളവ്. സി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലായല്ലോ. ഇത് വേണം. അത് എത്രയാണടാ? 3.5 പൈ ആണ്. അപ്പൊ 3.5 പൈ. ഓക്കെ. ഇനി അടുത്തതാണ് നോക്കുന്നത്. ഇത് എ സി ഡയമീറ്റർ ആയിട്ടുള്ള ഈ സെമി സർക്കിളിന്റെ ഈ ആർക്ക് ലെങ്ത് അതും കിട്ടിയിട്ടുണ്ട്. അത് എത്രയായിരുന്നു? ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് 2 പൈ. അപ്പൊ അടുത്തത് 2 പൈ. ഓക്കെ ആണ്. പ്ലസ് പിന്നെ അടുത്ത നോക്കിക്കോ, ഇത് വേണം. ഈ ഒരു ACD ഡയമീറ്റർ ആയിട്ടുള്ള ഈ ഒരു സെമി സർക്കിൾ, ഈ ഒരു അർദ്ധവൃത്തത്തിന്റെ ഈ ആർക്കിന്റെ ലെങ്ത് അതെങ്ങനെ ഫൈൻഡ് ചെയ്യുക? അപ്പൊ അതും ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ വെറുതെ ഒന്ന് എഴുതി നോക്കാം നമുക്ക്. 1/2 അല്ലെങ്കിൽ 180/360 180/360 ഇൻറ്റു പൈ ഡി. അതേപോലെ തന്നെ അടുത്തതിലും അത് വേണം. 180/360 ഇൻറ്റു പൈ ഡി. സംഭവം സിമ്പിളാ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും. നോക്കിക്കോ. അപ്പൊ 3.5 പൈ പ്ലസ് 2 പൈ. ഇവിടെ 1/2 വരും ഇൻറ്റു പൈ ഡി എന്ന് പറയുമ്പോൾ ആ ഡയമീറ്ററിന്റെ ലെങ്ത് എത്രയാ? 2 അല്ലേ. അപ്പൊ ഇവിടെ എനിക്ക് എന്ത് കൊടുത്താൽ മതി? ഇൻറ്റു 2 കൊടുത്താൽ മതി. പ്ലസ് അതേപോലെ തന്നെ 1/2 ഇൻറ്റു പൈ ഇൻറ്റു അടുത്ത ഡയമീറ്റർ, ഈ ഡയമീറ്ററിന്റെ ലെങ്ത് എത്രയാ? 1 അല്ലേ. അപ്പൊ ഇൻറ്റു 1. ഓക്കെ, സിമ്പിൾ. അങ്ങനെയാണ് നോക്കിക്കോ. ആൻസർ കിട്ടി. 3.5 പൈ പ്ലസ് 2 പൈ. ഇതെന്താ വരിക? 1/2 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ ഒരു പൈ മാത്രമേ വരൂ. പ്ലസ് ഇവിടെ എന്താ വരിക? 1/2 പൈ ഇൻറ്റു 1, അതായത് 0.5 പൈയാ വരിക അല്ലെ. 1/2 പൈ വിച്ച് മീൻസ് 0.5 പൈ. എല്ലാം കൂടി കൂട്ടി നോക്ക്. 3.5 0.5 4 ആയി. 4 2 6 ഒരു 1 7. അപ്പൊ ടോട്ടൽ എത്രയാ? 7 പൈ സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 പൈ സെന്റിമീറ്റർ. നിങ്ങൾ ഇങ്ങനെ എഴുതണമെന്ന് ആവശ്യമൊന്നുമില്ല, ഇതൊന്നും എഴുതണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ട് ആൻസറിലേക്ക് എത്തിയാൽ മതി. ഈസി ആണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇൻ ദ ഫിഗർ ഈസ് 10 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ? ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏരിയ ഓഫ് സർക്കിൾ എന്താ സാർ? പൈ ആർ സ്ക്വയർ അല്ലെ. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ. റേഡിയസ് 10 ആയതുകൊണ്ട് പൈ ഇൻറ്റു 10 സ്ക്വയർ. സോ ആൻസർ എത്രയായിരിക്കും? 100 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇതായിരിക്കും എന്ത്? ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഈസി ക്വസ്റ്റ്യൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനോടെ യെസ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ആണ്. അതെങ്ങനെയാണ് ചെയ്യാം? ട്രിക്ക് ഉണ്ട്. ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇതൊരു സ്ക്വയറാ. ഓക്കെ, ഈ സ്ക്വയർ നിങ്ങൾക്ക് ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഈ സ്ക്വയറിന്റെ ഏരിയ കിട്ടണം ആൻഡ് ഈ സർക്കിളിന്റെ ഏരിയയും കിട്ടണം. എന്നിട്ട് എന്താ ചെയ്യുക സാർ? വലുത് സർക്കിൾ അല്ലേ? അതെ, വലുതിന്റെ ഏരിയയിൽ നിന്ന് ഈ ചെറിയ ഈ സ്ക്വയറിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ ആയിരിക്കും കിട്ടുക. അതിനൊരൊറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ. നോക്കി, ഈ ഡിസ്റ്റൻസ് എത്രയാ? ഇത് റേഡിയസ് ആ സർക്കിളിന്റെ, ശരിയല്ലേ? സർക്കിളിന്റെ റേഡിയസ് 10 അതിൽ സംശയമൊന്നുമില്ല. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് കൂടിയും കിട്ടിയാലല്ലേ നമുക്ക് അതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചു. ഇതും റേഡിയസ് അല്ലേ? അതെ. അപ്പൊ ഇതും 10. സ്ക്വയറിന്റെ 2 ഡയഗണൽ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ അത് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ 2 സൈഡും 10 അല്ലേ? ഇപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഈ സൈഡല്ലേ വേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അതായത് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം ബേസ് 10 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ലംബം 10 സ്ക്വയർ. സോ നോക്ക്, 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 10 സ്ക്വയർ എന്ന് എഴുതാം. ഇതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് അങ്ങനെ എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു 10 സ്ക്വയർ. ഇനി നോക്ക്, 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 100ന്റെ റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുക എന്താ? 10. അപ്പൊ 10 പുറത്ത് വന്നു. ഓക്കെ, റൂട്ട് 2ന്റെ റൂട്ട് എന്താ? അത് റൂട്ട് 2 തന്നെ. 2ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 തന്നെ. 2ന് റൂട്ട് ഇല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, 10 റൂട്ട് 2. സംഭവം ഓക്കെ ആണല്ലോ. അതായത് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 10 റൂട്ട് 2 ആയിരിക്കും. 10 റൂട്ട് 2 ഈസിയാണേ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സ്ക്വയറിന്റെ ഏരിയ കൂടി ഫൈൻഡ് ചെയ്ത് വെക്കാം.
ഏരിയ ഓഫ് സ്ക്വയർ അതായത് സമചതുരത്തിന്റെ ഏരിയ. അതെങ്ങനെയാണ് ചെയ്യുക? സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് സ്ക്വയർ അല്ലേ, ഏതെങ്കിലും ഒരു വശത്തിന്റെ സ്ക്വയർ എടുത്താൽ പോരെ. ഒരു വശം സൈഡിന്റെ സ്ക്വയർ, ഒരു വശം നിങ്ങൾക്ക് കിട്ടിയത് ഇത്രയപ്പോ സ്ക്വയറിന്റെ 10√2. അപ്പൊ 10√2ന്റെ സ്ക്വയർ പോരെ, 10√2ന്റെ സ്ക്വയർ മതി. 10ന്റെ സ്ക്വയർ 100, √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാടാ 2 അല്ലേ. അപ്പൊ 100 × 2 എത്ര ആൻസർ വരിക? 200. അപ്പൊ 200 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ത് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞത്. ഈസിയാണ്, സിമ്പിളാ, ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അതെന്ത് കിട്ടി? 200 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ദാ നോക്കിക്കോ, നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ വേണം. ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? വൃത്തപരപ്പളവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സമചതുരം അല്ലേ ചെറുത്, സമചതുര പരപ്പളവ് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഏരിയ ഓഫ് സർക്കിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ആരടാ? സ്ക്വയറിന്റെ ഏരിയ ഓഫ് സ്ക്വയർ. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ നോക്കിക്കോ, ഈസിയാണ്, സിമ്പിൾ ആണ്. 100 പൈ അല്ലായിരുന്നു അത്. അപ്പൊ ദാ വൃത്തത്തിന്റെ പരപ്പളവ് 100 × പൈ മൈനസ് സമചതുര പരപ്പളവ് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയത്? 200 അല്ലേ. അപ്പൊ ദാ മൈനസ് 200. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്തത് 100 × പൈ അതെത്രയാ? 100 × പൈ അല്ലേ. അപ്പൊ ദാ 100 × പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.14 മൈനസ് 200. അങ്ങനെയാണ് നോക്ക്, ഈ 2 0 അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 314 എന്ന് വരും. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പൈൻ്റെത്. മൈനസ് 200 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ 114 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത്? ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഈസി അല്ലേ, സിമ്പിൾ അല്ലേ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാ, അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാ. ഇതുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഈസിയാ സംഭവം കേട്ടോ. ഇതേ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. വലുത് ഏതാണോ ആ പോർഷന്റെ ഏരിയയിൽ നിന്ന് ചെറിയ പോർഷന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. സോ ക്വസ്റ്റ്യൻ നോക്കിക്കുക. ചിത്രത്തിലെ വൃത്തങ്ങൾക്ക് ഒരേ കേന്ദ്രമാണ്. ഇവയുടെ ആരങ്ങൾ 3-4 സെന്റിമീറ്റർ ആണ്. ചിത്രത്തിൽ പോലെ ഓരോ വൃത്തത്തെയും 3 തുല്യ ചാപങ്ങളായി മുറിക്കുന്നു. 3 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുന്നുണ്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിലെ ചാപത്തിന്റെ കേന്ദ്രകോൺ എത്ര? അതായത് ഷെയ്ഡ് ചെയ്ത ഭാഗം നിങ്ങൾക്ക് കാണാം. ഈ ഭാഗത്തിന്റെ കേന്ദ്രകോൺ ഇത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നോക്ക്, മൊത്തം 360 നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 360/3 ഒരു ആംഗിൾ എത്ര കിട്ടും? 120 ഡിഗ്രി. അപ്പൊ ദാ ഒരു ആംഗിൾ എത്രയാ? 120 ഡിഗ്രി. ഈസിയാണേ. അപ്പൊ ദാ ഇനി അടുത്തത് വേണ്ടത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ്. അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ അതും വളരെ സിമ്പിളാ. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് ഏരിയ ഓഫ് ഷെയ്ഡഡ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ നോക്കിക്കേ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏരിയ ഓഫ് ലാർജ് സെക്ടർ, വലിയ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സെക്ടറിന്റെ ഏരിയ മൈനസ് ചെയ്താൽ പോരെ. വളരെ സിമ്പിൾ അല്ലേ. ഈ വലിയ വൃത്താംശം അതിന്റെ പരപ്പളവ് കാണും, എന്നിട്ട് ഈ ചെറിയ വൃത്താംശത്തിന്റെ പരപ്പളവ് മൈനസ് ചെയ്യുക. അങ്ങനെയാണ് ഈ ഷെയ്ഡ് ചെയ്തതല്ലേ കിട്ടുക. അപ്പൊ നോക്കട്ടെ, ഇത്രേ ഉള്ളൂ. ഏരിയ ഓഫ് ലാർജ് സെക്ടർ എന്ന് പറഞ്ഞാൽ വലിയ വൃത്താംശം കേട്ടോ. ലാർജ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോൾ സെക്ടർ. നിങ്ങൾ അതിങ്ങനെ എഴുതി വെക്കൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ അങ്ങനെയാണ്. നോക്ക് ബാക്കി സിമ്പിളാ. ഈ വലുതിന്റെ ഏരിയ എന്താ വരിക? ഈ വലിയ ഒന്ന് ഇതാ, ഈ ചെറിയ സെക്ടർ, മറ്റേത് വലുത്. വലിയ സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്തായാലും πr² വേണം, അതിൽ സംശയമൊന്നുമില്ല. ഇവിടെ ദാ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, ഇതിപ്പോ 120 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ദാ സെക്ടർ അല്ലേ എടുക്കുന്നത്. അപ്പൊ ദാ ടോട്ടൽ ആണ് πr². ഇത് 360-ൽ 120 ഭാഗം മാത്രം ആ ഒരു സെക്ടറിന്റെ ആയതുകൊണ്ട് നിങ്ങൾ ആംഗിൾ വെച്ചിട്ട് അത് ചെയ്യണം. 120/360 × πr² എഴുതണം. അപ്പൊ അത് കിട്ടി. ഇനി അടുത്തതിൻ്റെത് 120 സെയിം തന്നെ അല്ലേ, 120/360 × πr². പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, രണ്ടും റേഡിയസ് ഡിഫറെന്റാ. ഇതിൻ്റെത് വലുതിൻ്റെത് ഞാൻ R2 എന്ന് കൊടുക്കുന്നു, ചെറുതിൻ്റെത് ഞാൻ R1 എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ നോക്ക്. R2 വലിയതിന്റെ റേഡിയസ് R2 എന്ന് പറഞ്ഞ 4ഉം ചെറുതിന്റെ R1 എന്ന് പറഞ്ഞ 3. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തുന്നല്ലേ. ഇനി ശ്രദ്ധിച്ചോ, സംഭവം സിമ്പിൾ ആണ്, ഉത്തരം കിട്ടി. അതായത് ഇതെനിക്ക് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് 1/3 πr2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 അല്ലേ. 1/3 π4² എഴുതാം. മൈനസ് ഇവിടെ എനിക്ക് 1/3 π R1 എത്രയാടാ? 3 അല്ലേ, 3² എന്ന് എഴുതാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ഈ 1/3 π രണ്ടിടത്തും ഇല്ലേ. അപ്പൊ എനിക്കത് കോമൺ ആക്കി എടുത്താൽ 1/3 π കോമൺ ആക്കി എടുത്താൽ ഇവിടെ ഒരു 4² വരുന്നത്. ഇവിടെ 1/3 π എടുത്താൽ പിന്നെ ഒരു 3² ഉള്ളത്, 3². ആൻഡ് മുമ്പിൽ മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു. അതായത് ഇപ്പൊ ആൻസർ വരും ഇത്രയേ ഉള്ളൂ. 4² എന്ന് പറഞ്ഞാൽ 16 മൈനസ് 3² എന്ന് പറഞ്ഞാൽ 9. അപ്പൊ 16 - 9
ഇൻറ്റു 1/3 പൈ, അതായത് 1/3 പൈ ഇൻറ്റു 16 മൈനസ് ഞാൻ എന്ന് പറഞ്ഞ എത്രയാ 7. അപ്പൊ നിങ്ങളുടെ ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ എത്രയാ 7 ഇൻറ്റു പൈ, 7π/3 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, റെഡി. അപ്പൊ ഇങ്ങനെയാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ റെഡി, ഓക്കെ ആണല്ലോ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നമ്മുടെ എക്സാം നമ്മൾ പൊളിച്ചടക്കും. എജുപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ. ആൻഡ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.